ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ CJR OEയുടെ 1-2 വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ മറുനാട് ചെയ്തൊരു വീഡിയോ കണ്ടു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതുവരെ അദ്ദേഹം എന്തിനു മരിച്ചു എന്നുള്ളതിന്റെ ഒരു കാരണം കണ്ടിട്ടില്ല. പത്രസമ്മേളനം നടത്താമെന്ന് ഫാമിലി പറഞ്ഞിരുന്നെങ്കിലും അത് ആദായനികുതി വകുപ്പിനെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതിക്ക് നടത്താനായിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്നെന്ന് തോന്നുന്നു. പക്ഷെ അതല്ല കാരണമെന്ന് പിന്നെ 9 പേജ് അടങ്ങുന്ന ഡയറി കുറിപ്പ് കിട്ടിയോടുകൂടി അവർ ആ പത്രസമ്മേളനവും മാറ്റിവെച്ചു. അപ്പൊ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്നുള്ളതിന്റെ ഈ 57ാമത്തെ വയസ്സിൽ നമ്മളെല്ലാം എപ്പോഴും ഇത്രയും സന്തോഷവാനായിട്ട്, ഇപ്പം മരിച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയുന്ന ആ സന്തോഷവാനായിട്ടിരിക്കുന്ന ഒരു മനുഷ്യർക്ക് സാധിക്കില്ല അങ്ങനെ സന്തോഷവാനായിട്ടിരിക്കും. അങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ ഇങ്ങനെ മരിക്കുന്നു? അപ്പൊ ഇങ്ങനെ ഇത്ര പേടിച്ചിട്ടാണ്? ഇങ്ങനെ പല കഥകളാണ്. ആദ്യമൊക്കെ കേട്ടിരുന്നത് എന്താണ്, ED വെടിവെച്ച് കൊന്നെന്ന് വരെയും കമന്റ് ബോക്സിലുണ്ടായിരുന്നു. ജനം അങ്ങനെ വരെയും പറയുമായിരുന്നു. അപ്പൊ ഇപ്പൊ മറുനാടൻ മനോരമ വന്ന ന്യൂസ്, മനോരമയുടെ റിപ്പോർട്ട് മറുനാടൻ വായിക്കുന്നുണ്ട്. അതിന്റെ ടോട്ടലി ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞു മനസ്സിലാക്കാനാണെങ്കിൽ നമ്മളൊരു ചിട്ടിക്കമ്പനി കൊണ്ട് പണം കൊടുക്കുന്നു, ആ ചിട്ടിക്കമ്പനി അങ്ങ് പൊട്ടുന്നെന്ന് നമ്മൾ അറിയുന്നു. അപ്പൊ നമ്മൾ എത്രയും വേഗം ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? നമ്മൾ അവിടെ ഇട്ട പണം മറ്റുള്ള ബാങ്കിനെക്കാട്ടും കൂടുതൽ പലിശ എന്തെങ്കിലും നമുക്ക് കിട്ടുമെന്നോ ഓർത്തായിരിക്കും നമ്മൾ ആ ചിട്ടിക്കമ്പനി കൊണ്ട് പണം നിക്ഷേപിക്കുന്നത്. അപ്പൊ ചിട്ടിക്കമ്പനി പൊട്ടാൻ പോവാന്നറിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എത്രയും വേഗം അത് വലിക്കാൻ നോക്കും, നമ്മൾ അത് മേടിക്കാൻ നോക്കും. അങ്ങനെ എല്ലാവരും അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ എന്തുണ്ടാവും? ആ സ്ഥാപനം അങ്ങ് പൂട്ടും. അതും അറിയാലോ, സ്വാഭാവികം. അപ്പം അതാണ് ഇവിടെ സംഭവിച്ചെന്നാണ് മനോരമയുടെ റിപ്പോർട്ടിൽ പറയുന്നതും മറുനാടൻ പറയുന്നത്. സിനിമാക്കാരാണ്. ലാലേട്ടൻ 25 കോടിയാണ് ഒരു പടത്തിന് മേടിക്കുന്നത്. മമ്മൂട്ടി 15 കോടിയാണ് ഒരു പടത്തിന് മേടിക്കുന്നത്. അതിന്റെ മൊത്തം നികുതി ഇവര് കൊടുക്കുന്നുണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇവരൊക്കെ കിട്ടുന്ന പണങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കമ്പനിയിൽ നിക്ഷേപിക്കുക ചെയ്യുന്നത്. അപ്പൊ ഇവര് നിക്ഷേപിച്ച 1 കോടിയാണ് 2 കോടിയോ അല്ലെ ഇരട്ടിയൊക്കെ ആയിട്ട് ഇവർക്ക് കിട്ടും. അപ്പൊ ഈ കമ്പനി ആദായനികുതി നോട്ടമിട്ടിട്ടുണ്ട്, അത് റെയ്ഡിന് വരും, ഇവരെ പിടിക്കും എന്നൊക്കെ ഒരു ന്യൂസ് പറഞ്ഞു കഴിയുമ്പോൾ ഈ നിക്ഷേപിച്ച രാഷ്ട്രീയക്കാര്, സിനിമാക്കാർ മുഴുവൻ ആ പണം തിരിച്ചു പിടിക്കാൻ തുടങ്ങും. തിരിച്ചു പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കമ്പനി പൊട്ടും. അങ്ങനെയൊക്കെയാണ് മനോരമയുടെ ഒരു റിപ്പോർട്ട് പോയിരിക്കുന്നത്. അത് മറുനാടൻ പറയുന്നുണ്ട്. അതാണ് ഇന്ന് വീഡിയോ. നമുക്കപ്പോൾ ഒന്ന് കേട്ടു തുടങ്ങാം. റോയി സമ്മർദ്ദത്തിലായി പണം നൽകിയത് രാഷ്ട്രീയ സിനിമ മേഖലയിലുള്ളവർ. ഇത് ഏതെങ്കിലും ഒരു യൂട്യൂബറുടെ തിയറിയല്ല, മലയാള മനോരമയുടെ തിയറിയാണ്. ബംഗളൂരു കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ CJ റോയി 6 മാസമായി കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് തെളിയിക്കുന്ന രേഖകൾ അന്വേഷണ സംഘം കണ്ടെത്തി. കടബാധ്യതയില്ലെങ്കിലും ദുബായിലും കേരളത്തിലുമുള്ള റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്കായി രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും സിനിമാ മേഖലയിൽ നിന്നുള്ളവരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിരുന്നു. കേന്ദ്ര ഏജൻസികളുടെ വലയിൽ റോയി കുടുങ്ങുമെന്ന് സംശയിച്ച് ചില നിക്ഷേപകർ പണം തിരിച്ചു ചോദിച്ചത് സമ്മർദ്ദം കൂട്ടാൻ കാരണമായെന്നാണ് നിഗമനം. പല ഇടപാടുകളുടെയും സ്രോതസ് വെളിപ്പെടുത്താനാവാതെ കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങിയെന്നാണ് സംശയിക്കുന്നത്. ഗ്രൂപ്പ് ആസ്ഥാനത്ത് നിന്ന് നിക്ഷേപകരുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ റോയി എഴുതിയ കുറിപ്പും ലഭിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള ആദായനികുതി ഉദ്യോഗസ്ഥർ നഗരത്തിൽ തുടരുകയാണെന്നും സൂചനയുണ്ട്. 30-ന് നടന്ന പരിശോധനയിൽ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ രേഖകൾ ആവശ്യപ്പെട്ടതോടെയാണ് റോയിയെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിന് പിന്നിൽ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ സമ്മർദ്ദമാണെന്ന് പറയാറായിട്ടില്ലെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി G. പരമേശ്വരൻ പറഞ്ഞു. ഈ വാർത്തയിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ വരി, ആദായനികുതി വകുപ്പിന്റെ സമ്മർദ്ദം കൊണ്ടാണ് മരണം സംഭവിച്ചതെന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക ആഭ്യന്തരമന്ത്രിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. അവർക്ക് പോലും ബോധ്യപ്പെട്ടു ഈ അന്വേഷണം ചെന്നെത്തുന്നത് ആദായനികുതി വകുപ്പിന് നേരെയല്ല, നേരെ മറിച്ച് CJ റോയി എന്ന് കേരളത്തിലെ ചില മാധ്യമങ്ങൾ ബിംബമാക്കി വളർത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിയുടെ കപടതയിലേക്കാണ് എന്ന് കൃത്യമായി അവർക്ക് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ടാണ് മനോരമയുടെ റിപ്പോർട്ടിൽ പറയുന്നു, റോയിയുടെ നിക്ഷേപകരിൽ പലരും രാഷ്ട്രീയ രംഗത്തെയും സിനിമാ രംഗത്തെയും പ്രമുഖരായിരുന്നുവെന്ന്. ആ പ്രമുഖർ പലരും റോയിയോട് പണം ചോദിച്ചു. എന്തു സാഹചര്യത്തിൽ? കഴിഞ്ഞ 5-6 മാസമായി റോയി കേന്ദ്ര എക്കണോമിക് ഇന്റലിജൻസ് വിങ്ങിന്റെ സൂക്ഷ്മ നിരീക്ഷണത്തിലാണ്. റോയി മാത്രമല്ല, ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 6 റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകൾ, അവർ എല്ലാവരും തന്നെ കേന്ദ്ര എക്കണോമിക് ഇന്റലിജൻസിന്റെ നിരീക്ഷണത്തിലാണ്. പുതിയ പദ്ധതികൾ അനൗൺസ് ചെയ്യുന്നു, വലിയ തോതിൽ വിറ്റുപോകുന്നതായി കാണിക്കുന്നു. എന്നാൽ ഇവരുടെയൊന്നും സാമ്പത്തികാവസ്ഥ സുസ്ഥിരമല്ല. ഇതിൽ തന്നെ ഏറ്റവും ശ്രദ്ധ നേടിയത് റോയിയുടെ 0 ഡെറ്റ് എന്ന പ്രഖ്യാപനമാണ്. റോയി തന്റെ അഭിമുഖങ്ങളിലെല്ലാം അടിവരയിട്ട് പറഞ്ഞത് തന്റേതൊരു 0 ഡെറ്റ് ബിസിനസ് സംരംഭമാണെന്നാണ്. അത് ആർക്കും പിടികിട്ടില്ല. എങ്ങനെയാണ് ഇത്രയും വലിയൊരു ബിസിനസ് സാമ്രാജ്യം? പലരും പറയുന്നത് 9,000 കോടിയുടെ ബിസിനസ് സാമ്രാജ്യം എന്നാണ്. ഈ 9,000 കോടിയുടെ ബിസിനസ് സാമ്രാജ്യം 1 രൂപ പോലും കടമെടുക്കാതെ ചെയ്യുന്നത് എങ്ങനെ? സ്വാഭാവികമായ ചോദ്യം. ഈ സംശയം ആദായനികുതി വകുപ്പിനുണ്ടായി. അവർക്ക് പരിശോധിക്കാൻ അവകാശമുണ്ട്. നമുക്കൊക്കെ കേൾക്കുന്ന തള്ള് വിശ്വസിക്കാൻ അവകാശമുള്ളൂ. അവർ പരിശോധിച്ചു. പരിശോധനകൾ മുമ്പോട്ട് പോയി. ആ പരിശോധനകൾക്കിടയിൽ UAE സർക്കാരിന്റെ പുതിയ മണി ലോണ്ടറിംഗ് നിയമം കൂടി സഹായകരമായി. UAE ഇന്ത്യയും തമ്മിൽ ധാരണയുണ്ട്.
പരസ്പരം കണക്കുകൾ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യമുണ്ട്. UAE ബോധ്യപ്പെടുത്തിയിരിക്കുന്ന കണക്കുകൾ ഇന്ത്യയുടെ തലയിൽ വെച്ചും ഇന്ത്യയിൽ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന കണക്കുകൾ UAE തലയിൽ വെച്ചുമായിരുന്നു. അതുകൊണ്ട് തന്നെ ദുരൂഹതയുണ്ടെന്ന് വ്യക്തമാകുന്നു. വാസ്തവത്തിൽ സീറോ ഡെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരുടെയും സിനിമക്കാരുടെയും കള്ളപ്പണ നിക്ഷേപമാണ് എന്ന് കണക്കാക്കപ്പെടുന്നു. മനോരമയോട് പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. എന്ന് വെച്ചാൽ നമ്മുടെ രാഷ്ട്രീയക്കാർക്കും സിനിമക്കാർക്കും ഒക്കെ കള്ളപ്പണം ധാരാളമുണ്ട്. അതെങ്ങനെയാണ് എന്ന് നോക്കുക. ഒരു സിനിമയിൽ മോഹൻലാലിന്റെ പ്രതിഫലം 25 കോടിയും മമ്മൂട്ടിയുടേത് 15 കോടിയുമാണ് പറയപ്പെടുന്നത്. ഇതാണ് ഇൻഡസ്ട്രിയിലുള്ളവർ പറയുന്നത്, വാർത്തകൾ വരുന്നത്. മമ്മൂട്ടിയോ മോഹൻലാലോ പറഞ്ഞിട്ടില്ല. ഓരോ സിനിമയ്ക്കും 25 കോടി അല്ലെങ്കിൽ 10 കോടി 15 കോടി അവർ കൃത്യമായി ബാങ്ക് വഴി കൈപ്പറ്റി നികുതി അടയ്ക്കുന്നുണ്ടോ? ഇല്ല. ഇവരിങ്ങനെ സമ്പാദിച്ചു കൊടുക്കുന്ന സ്വത്തിന്റെ എല്ലാം നികുതി അടയ്ക്കുന്നുണ്ടോ? ഇല്ല. ഇവരുടെ ആരുടെയും നികുതി കണക്ക് നമുക്കറിയില്ല, സ്വകാര്യമാണ്. ഇവരൊക്കെ കണക്കിൽ കുറച്ച് പ്രതിഫലമാണ് വാങ്ങുന്നത്. എന്തിനേറെ ഒരു ഭൂമി ഇടപാട് നടക്കണമെങ്കിൽ പോലും രജിസ്ട്രേഷന്റെ വില മുഴുവൻ നമ്മൾ പോലും കൊടുക്കുന്നില്ല. അതാണ് നാട്ടിലെ അവസ്ഥ. അപ്പോൾ പിന്നെ സ്വാഭാവികമായും ഇത്തരം സിനിമക്കാർ, വലിയ പ്രതിഫലം കൈപ്പറ്റുന്നവർ, അവർ കുറച്ചു പണം കള്ളപ്പണമായി വാങ്ങുന്നു. അതുപോലെ രാഷ്ട്രീയക്കാർ, അവർക്ക് ഇവിടെ അഴിമതി നടത്തുന്ന പണം ഉപയോഗിക്കാൻ പ്രയാസമാണ്. അവർക്കത് കുഴൽ ചാനലിലൂടെ ദുബായിലും മറ്റും എത്തിച്ച് വെളുപ്പിച്ചെടുക്കണം. ഇതൊരു വശത്തുള്ളൂ. മറുവശത്ത് മനുഷ്യന്റെ എല്ലാം കയ്യിൽ പണമുണ്ട്. ഇതിനകത്ത് പറയുന്ന 9,000 കോടി രൂപയുടെ ആസ്തിയുണ്ട്. പക്ഷെ ഇന്റർവ്യൂവിൽ മുഴുവൻ അദ്ദേഹം പറയുന്നത് എന്താണ്, ഞാൻ 5 പൈസ ലോൺ എടുത്തിട്ടില്ല, ലോൺ ഇല്ലാതെയാണ്. നമുക്കത് കേൾക്കുമ്പോൾ നമ്മൾ കണ്ണു തള്ളുകയാണ്. നമ്മളൊരു ബിസിനസ് തുടങ്ങണേ എവിടെ നിന്നെല്ലാം കാശ് ഉണ്ടാക്കിക്കൊണ്ട് വന്നാലും ലോൺ എടുത്താലും തയ്യാറില്ല. 5 പൈസ വലിയ കുടുംബ സ്വത്തുള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. ഇവർക്ക് കർണാടകത്തിൽ ഒരു ബേക്കറി ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടില്ലെന്നല്ല, എന്നാലും ഓരോ സ്ഥാപനമൊക്കെ നടത്തി പോകുന്നത്. ഒരു ലോണും ഇല്ലാതെയാണ് ഈ 9,000 കോടിയുടെ ആസ്തി ഉണ്ടാക്കിയത്. പിന്നെ നമുക്കറിയാലോ റോൾസ് റോയ്സിന്റെ ഒക്കെ വില എന്താ, അല്ലെ ഇങ്ങനത്തെ കാറൊക്കെ 10ഉം 11ആണ്. ആഡംബര ബംഗ്ലാവ്, അതുപോലെ മൊത്തം ജനങ്ങളെ കാണിക്കുന്ന ഒരു രീതിയാണ് എല്ലാം. അപ്പൊ ആ വക അതൊരു തള്ളു പോലെയാണ് ഇപ്പൊ പറയുന്നത്. ആ തള്ളെല്ലാം ഇവർക്ക് ആവശ്യമാണ്. ലൈഫിൽ ഇവർ ഇത്രയും ആസ്തിയുള്ളവരാണെന്ന് കാണിക്കേണ്ടത് ഒരു ആവശ്യകതയാണ്. എന്നാലേ നിക്ഷേപം കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ഉണ്ടാക്കുന്ന രാഷ്ട്രീയക്കാരുടെയും കള്ളപ്പണവും സിനിമാക്കാരുടെയും ഇതുപോലെ കിട്ടുന്ന പൈസയൊക്കെ അവർക്ക് കൊണ്ട് നിക്ഷേപിക്കാൻ പറ്റിയ ഇങ്ങനത്തെ ബിൽഡിംഗ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ബിസിനസ് ചെയ്യുന്നവരിലാണ് ഇവരൊക്കെ പോയി നിക്ഷേപിക്കുന്ന UAE വഴി. അപ്പൊ ഇപ്പൊ UAE ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റിനോട് ഇദ്ദേഹത്തിന് കള്ളപ്പണം ഈ പരിപാടി ഉണ്ട്, അത് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടു എന്നൊരു അത് ഞാനൊരു ഇത് കേട്ടിരുന്നു കേട്ടോ. ബാക്കി കേൾക്കാം. മനോരമ പറയുന്നതനുസരിച്ച്, മനോരമ റിപ്പോർട്ട് അനുസരിച്ച് ഒരു പക്ഷേ CJ റോയിക്ക് ഇങ്ങനെ കള്ളപ്പണക്കാർ പണം കൊടുത്തിട്ടുണ്ടാവാം. അവരുടെ നിക്ഷേപം വെച്ച് ഒരുവിധം മുമ്പോട്ട് പോകുന്നു. അതിനിടയിൽ ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം ഉണ്ടാവുന്നു. ആദായ നികുതി വകുപ്പ് വന്ന ഓരോ പണത്തിന്റെയും പോയ ഓരോ പണത്തിന്റെയും കണക്കെടുക്കും. അതിന് തുടർച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കും. അന്ന് കള്ളപ്പണ ഇടപാട് സംശയിക്കപ്പെട്ടാൽ EDയെ വിവരം അറിയിക്കും. ED അന്വേഷിക്കും. EDയുടെ അന്വേഷണവും കോൺഫിഡന്റ് ഗ്രൂപ്പിനെതിരെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ EDയും ആദായ നികുതി വകുപ്പും ഒക്കെ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ സേഫ്റ്റിക്ക് വേണ്ടി ഈ പണ നിക്ഷേപം നടത്തിയവർ പതിയെ പിൻവലിക്കും. സീറോ ഡെറ്റ് എന്ന പ്രഖ്യാപനമുണ്ട്. ഈ പിൻവലിച്ചവർ പണം ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടി വരുന്നു, ചിലർക്ക് കൊടുക്കാൻ കഴിയാതെ വരുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദം, അതായത് ബിസിനസ്സിന് എങ്ങനെ മുമ്പോട്ട് പോകും. കാരണം നിക്ഷേപകർ പതിയെ പിന്മാറുന്നു. ഇതുവരെ ഉയർത്തിവെച്ചിരുന്ന ഈ സാഹചര്യങ്ങളെല്ലാം മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല ഈ ആദായ നികുതി വകുപ്പിന്റെ ഒക്കെ കണക്കിൽപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ കോടികൾ അടയ്ക്കേണ്ടി വരും. ആ ഒരു നാണക്കേടിനെ ഭയന്നാവാം മരണം തെരഞ്ഞെടുത്ത്. പെട്ടെന്നുണ്ടായ പ്രകോപനമല്ല, നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായി. ഇതിനൊരു കാരണം കൂടിയുണ്ട്. ഒരു സൈഡിൽ ആദായ നികുതിയുടെ റെയ്ഡ് നടക്കുമ്പോൾ അവർക്ക് പിഴ ചുമത്തിയ പിഴ അടച്ചാൽ പോരെ, ഇങ്ങനെ മരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. പക്ഷെ പിഴ അടിക്കേണ്ടി വരുമ്പോൾ അത്രയും കോടികൾ പിഴ അടയ്ക്കണം. അതോടൊപ്പം ഇപ്പുറത്തെ സൈഡിൽ ഇവര് നിക്ഷേപിച്ചിരിക്കുന്ന നിക്ഷേപകരുണ്ടല്ലോ, കള്ളപ്പണക്കാര്, ഈ പറയുന്ന രാഷ്ട്രീയക്കാര്, സിനിമാക്കാര്, അവന്മാരതെല്ലാം പിൻവലിക്കും. അപ്പൊ എല്ലാ ബിസിനസ്സും പൊട്ടിത്തകരും, കേസുമാകും. ചിലപ്പോൾ ഇതിന് അറസ്റ്റ് ഉണ്ടായ ഹവാല പരിപാടിയൊക്കെ ആണെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും. ചിലപ്പം ജാമ്യം കിട്ടുകയില്ല. അങ്ങനെ പല കാര്യങ്ങൾ വരും ഇതിന്റെ മുന്നിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ. ചിലപ്പോൾ അതായിരിക്കാം കാരണം. ആദ്യം ഒരു ഹെലികോപ്റ്റർ യാത്ര ചെയ്യണം, അവർ റോൾസ് റോയ്സിൽ യാത്ര ചെയ്യണം, അവർ ഇടയ്ക്കിടെ വാഹനം മാറണം. അങ്ങനെ അവർ വലിയ സമ്പന്നരാണ് എന്ന് തോന്നലുണ്ടായാൽ മാത്രമേ നിക്ഷേപകർ അല്ലെങ്കിൽ അവരെ സാമ്പത്തികമായി പണം കൊടുക്കുന്നവർ സഹായിക്കൂ. കടമല്ലെന്ന് ഓർക്കണം. അത് വലിയ ലാഭത്തിൽ പോകുന്ന ഒരു ബിസിനസ്സിലേക്ക് ഈ നിക്ഷേപകർ കൂടെ പണമിടുക. 1 കോടി രൂപ ഇട്ടാൽ അവർ 2 കോടി കിട്ടുമെന്ന വിശ്വാസമുണ്ട്. അല്ലാതെ റോയിയെ സഹായിക്കാൻ വേണ്ടിയിട്ടോ മറ്റാരെങ്കിലും സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്നതല്ല. അങ്ങനെ കൂടുതൽ ലാഭത്തിന് വേണ്ടി, ബാങ്കിൽ ഇട്ടാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ലാഭത്തിന് വേണ്ടിയാണ് നിയമപരമായി ധനമുള്ളവർ പോലും ഈ കടന്ന വഴിക്ക് പോകുന്നത്. കള്ളപ്പണക്കാർക്ക് വേറെ വഴിയൊന്നുമില്ല. ഇങ്ങനെയുള്ള ഇടപാടുകളുടെ വിശദാംശങ്ങളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സും ഒക്കെ എത്തപ്പെട്ടു എന്ന ആശങ്കയിലാണ് റോയി മരണം സ്വീകരിച്ചത് എന്ന നിഗമനത്തിലെത്തണം. അതാണ് വീട്ടുകാരുടെ ഇപ്പോഴത്തെ നിശബ്ദത സൂചിപ്പിക്കുന്നത്. മറിഞ്ഞ റോയിയുടെ അത്യാഡംബര യുദ്ധങ്ങൾ കണ്ടില്ല. റോയിയുടെ ചില വീഡിയോ ദൃശ്യങ്ങൾ നോക്കുക, നമുക്ക് തമാശ തോന്നും. കോപ്രായം കാണിക്കുന്നതാണ്. ഇങ്ങനെ കൈ ഇങ്ങനെ എടുത്ത് 2 കൈ കാണിക്കുന്നു, ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിരുന്നു, ഭാര്യയെ പിള്ളേരെ അടുത്ത് നിർത്തുന്നു, എല്ലാവരും ഒരേ സമയം ഇങ്ങനെ കൈവെക്കാൻ പറയുന്നു. ഒരുമാതിരി തമാശയാണ്. വലിയ കാറ് തുറന്നിട്ട് ലൈറ്റ് ഇട്ടിട്ട് 2 പേരും മുമ്പിൽ നിന്നിട്ട് ആക്ഷൻ കാണിക്കുന്നു, ഓടിപ്പോയി കാറി കയറുന്നു. ഇത്തരത്തിൽ ഈ ജീവിതത്തിന്റെ ആഡംബരം നാട്ടുകാരെ കാണിക്കാനുള്ള ഒരു വല്ലാത്ത അഭിനിവേശം
റോയിക്ക് ഉണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ പ്രകടനപരതയിലേക്ക് മാറുന്നത് അവർ സമ്പന്നരായതുകൊണ്ടല്ല, സമ്പന്നരാണ് എന്ന് നാട്ടുകാരെ കാണിക്കാനാണ്. ഇങ്ങനെ ഷോ കാണിച്ച് ടോട്ടലി പറയുമ്പോ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ഷോ ഓവറായിട്ട് കാണിച്ച് ആൾക്കാരെല്ലാം അന്തം വിട്ടിങ്ങനെ ചെയ്തിട്ടുണ്ട്. 5 പൈസ ലോൺ എടുക്കാതെ ഇങ്ങനെ ഒക്കെ ഇങ്ങനെ ആൾക്കാർക്ക് സാധിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ വളർന്നു വരുന്ന എല്ലാവരും ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോൾ ഇന്നിപ്പം മരിച്ചാലും ഞാൻ സന്തോഷവാനാണ്, ജീവിതത്തിൽ ഇനി ബക്കറ്റിൽ ഒന്നുമില്ല, എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആവേശത്തോടെയാണ് ജനങ്ങൾ കണ്ടിരിക്കുന്നത്. പക്ഷേങ്കില് ഇതുപോലത്തെ കാര്യങ്ങളാണ് ഈ നടന്നിരിക്കുന്നത്. ഈ കള്ളപ്പണം നമ്മുടെ സിനിമാക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ അടുത്ത് വാഹനം മേടിച്ചതിന്റെ ഒക്കെ പുറത്ത് പല നികുതി പരിപാടി നടക്കുന്നുണ്ട്. അവർ ആരും കേരളത്തിൽ ജീവിക്കുന്ന ഒരു സ്ഥലം നമ്മൾ മേടിക്കാൻ പോയാലും ഗവൺമെന്റിന് നികുതി കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ട്. അത് കാരണം അതിന്റെ അകത്ത് വെട്ടിക്കാവുന്ന സാധാരണ ആൾക്കാർ വരെയും ചിന്തിക്കും. അത് തന്നെ സിനിമാക്കാരും അല്ല, എങ്ങനെ നികുതി വെട്ടിക്കാം, വേറെ എവിടെയെങ്കിലും പോയി വണ്ടി മേടിച്ചുകൊണ്ട് വരിക, അങ്ങനത്തെ പല പരിപാടികൾ ഈ അടുത്ത് കേൾക്കുന്നുണ്ട്. അപ്പം നികുതി വെട്ടിയതിന്റെ ഭാഗമായിട്ട് നടന്ന മൊത്തത്തിലുള്ള ഒരു സംഭവമാണ്. അവരെല്ലാരും കൂടി നിക്ഷേപിച്ച് ഇങ്ങേരെ അങ്ങ് വളർത്തിയ അവസാനം ഇങ്ങേരെ ആദായ നികുതി അല്ലെ ഗവൺമെന്റ് പിടിക്കും എന്ന് തോന്നിയപ്പോ അവരുടെ ആവശ്യം എന്താണ്, അവരുടെ കാശ് പിൻവലിക്കുക. അതിന്റെ അപ്പുറം നോക്കേണ്ട കാര്യമില്ല, ആരാണേലും അതേ ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്തു. അങ്ങനെ എല്ലാ കൂട്ടും കൂടെ ഒന്നിച്ചു വന്നപ്പം ഞാൻ അന്ന് പറയുന്നുള്ള തന്നെ ഒരടി പോലും മുന്നോട്ട് വെക്കാനില്ലാത്ത ഒരു അവസ്ഥയിലെ ആൾക്കാർ ഇത് ഈ കടുങ്ങി ചെയ്യത്തുള്ളൂ. ഈ ഒരു വീഡിയോ കണ്ടപ്പോ കുറച്ച് ചിലപ്പോ ഇതാണ് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ കാര്യം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഒന്ന് കേട്ട് നോക്കുമ്പോൾ വിശദമായിട്ടൊന്ന് കേട്ട് നോക്കിയാൽ കുറച്ചൊരു കാര്യമുണ്ട് ഈ പറയുന്നതിലും എന്ന് തോന്നി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.